അതിൽ സൈഡ് എഫക്ട്സ് മോഡേൺ മെഡിസിൻ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അവർ സൈഡ് എഫക്ട് മാത്രമല്ല കോൺട്രാ ഇൻഡിക്കേഷൻസ്, കെമിക്കൽ ഇൻട്രാക്ഷൻസ് ഒക്കെ. അപ്പോൾ ഇത് എല്ലാ മാസവും അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഓരോ മെഡിസിൻ്റെ. നമുക്ക് ഈ ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ നോക്കാം. ഡയബറ്റീസിൻ്റെ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ, അതായത് ഇന്ത്യ ക്യാപിറ്റലാണ് ഡയബറ്റീസിൽ. അതുപോലെ കേരളം ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളൊരു നാടാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് മെറ്റ്ഫോമിൻ എന്നുള്ളത്. മെറ്റ്ഫോമിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മുന്നേ ഒരു ചർച്ചയായ ഒരു വിഷയമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രാ ഇൻഡിക്കേഷനെ കുറിച്ച് എന്താണ്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിന്റെ മറുപടി. അതായത് ഏത് മരുന്നിനും അതിൻ്റെതായിട്ടുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്, അതിന്റെ സൈഡ് ഇഫക്ട്സ് ഉണ്ട്, തീർച്ചയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു മരുന്ന് ഒരു പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. കേവലം മെറ്റ്ഫോർമിൻ മാത്രമല്ലല്ലോ ഡയബറ്റീസിന്റെ മരുന്നായിട്ടുള്ളത്. അപ്പോൾ ഒരു പേഷ്യന്റിന് അദ്ദേഹത്തിന്റെ എല്ലാ പരിശോധനയും നടത്തി, അതായത് ലാബ് ടെസ്റ്റുകൾ, ഇമേജിംഗ് ടെസ്റ്റുകൾ, എല്ലാ ടെസ്റ്റും നടത്തി, ഫിസിയോളജി എല്ലാ ഫിസിയോളജിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിയ ശേഷമാണ് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമഗ്രമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷം നമ്മൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ തെറ്റ് വരാൻ സാധ്യതയില്ല. അപ്പോൾ ചില പേഷ്യന്റിന്റെ കേസിൽ മെറ്റ്ഫോർമിൻ പാടില്ലായിരിക്കാം, അത് ഒഴിവാക്കിയാൽ മതി, മറ്റൊരു മരുന്നിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വാസ്തവത്തിൽ മെറ്റ്ഫോർമിന്റെ സൈഡ് എഫക്ട് ഉണ്ടാവും. എല്ലാം കെമിക്കൽ കോമ്പണൻസ് ഉള്ള കെമിക്കൽ വസ്തുക്കളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാവും. അത് ചിലപ്പോൾ അനുകൂലമാകാം, പ്രതികൂലമാകാം. അത് സമഗ്രമായി പഠിച്ച് അതിനനുസൃതമായിട്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പ്രശ്നമില്ല.